നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ രണ്ടും ഒന്ന് ചെയ്യണേ. എന്നാൽ മാത്രമല്ലേ നമ്മുടെ ചാനൽ ഗ്രോത്ത് ആവുള്ളൂ. അതുമാത്രമല്ല, ഇന്നത്തെ വോയിസിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ. 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ മൊത്തം പെയിൻറ്റ് പണിക്കാരും ആൾക്കാരും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് കുറച്ച് സമയം എടുത്തിട്ട് ഒരു മൂലക്കൊക്കെ വന്നിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. എനിക്ക് നിങ്ങളെ ഒരു ഡ്രാമ ഇടാണ്ട് വെറുതെ ബോറടിപ്പിക്കണമെന്ന് ആഗ്രഹമില്ല. സമയം കിട്ടാത്തത് കൊണ്ടാണ്. നിങ്ങൾക്ക് എന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതുമാത്രമല്ല, ഈ ഒരു ഡ്രാമയ്ക്ക് ഇനി 3 എപ്പിസോഡും കൂടിയുള്ളൂ. അത് ഞാൻ ഇന്നും നാളെയായിട്ട് ഇട്ട് തീർക്കാനാണ് വിചാരിക്കുന്നത്. അതുമാത്രമല്ല, പുതിയ തുടങ്ങാൻ പോകുന്ന ഡ്രാമ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ട് ആ ഒരു ഡ്രാമയും കൂടി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മളെ സാങ് ആണെങ്കിൽ പെണ്ണിനോട് ഇന്നലെ സംസാരിച്ചിനല്ലോ. ആ ഒരു സംസാരത്തിൽ സാങ്ങിന് എന്തോ ഒരു ഇഷ്ടം ഇവളോട് ഉണ്ട് എന്നുള്ള കാര്യം നമ്മളെ മോന് മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മളെ നൈനയോട് സംസാരിക്കുന്നതായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. നൈനയാണെങ്കിൽ ഷെൻ അവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇതൊക്കെ സംസാരിക്കുന്നുണ്ടാവുക. പക്ഷേങ്കിൽ നമ്മൾ ഷെൻ ആണെങ്കിൽ ഇതൊക്കെ ഒളിഞ്ഞു കേട്ടിട്ട് അങ്ങോട്ടേക്ക് വന്നിട്ട് എന്ത് ഒരാൾ നിന്നെ പ്രപ്പോസ് ചെയ്തു എന്ന് ചോദിക്കുന്നുണ്ടാവേ. നമ്മളെ നൈനയാണെങ്കിൽ പറയും, എടാ കള്ളപ്പന്നി, നീയല്ലേ പറഞ്ഞത് നീ പോകുന്നെന്ന്, പിന്നെ നീ എന്നാ ഇവിടുന്ന് ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന ടൈം അവനാണെങ്കിൽ പറയും, നിന്റെ റൂം വൃത്തിയാക്കാൻ നീ പറഞ്ഞിട്ടില്ലേ, ഞാൻ ആ ഒരു കാര്യം ചെയ്യുന്നേനോന്ന് പറയേ. എന്നിട്ട് നമ്മളെ ചെക്കനാണെങ്കിൽ ചൂടാറുന്നതിനേയും കാട്ടി മുന്നേ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ നമ്മളെ ജിയാങ്ങിനെ വിളിച്ചിട്ട് പറയുന്നുണ്ടാവേ. ജിയാങ്ങിനെ ഓൾറെഡി അറിയാലോ സാങ്ങിനാണെങ്കിൽ എന്തോ ഒരു ഇഷ്ടം നമ്മളെ പെണ്ണിനോട് ഉണ്ട് എന്നുള്ള കാര്യം. ജിയാങ് ആണെങ്കിൽ ഓക്കെ അതൊക്കെ എനിക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് വെക്കാൻ നിൽക്കുന്ന ടൈമായിരിക്കും നമ്മളെ ഷെൻ ആണെങ്കിൽ പറയുന്നുണ്ടാവുക. അവനാണെങ്കിൽ പ്രപ്പോസ് ചെയ്ത് നേരെ, പക്ഷേ നമ്മളെ മൂ ആണെങ്കിൽ അത് റിജക്ട് ചെയ്ത്. നമ്മളെ ചെക്കൻ ഇത് കേൾക്കുമ്പോൾ സന്തോഷമായില്ലേ. അവനാണെങ്കിൽ അവളെ കണ്ടിട്ട് സംസാരിച്ചിട്ട് പ്രശ്നം തീർക്കാനെന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്ന അതേ ടൈമായിരിക്കും അവന് വേറൊരു കോള് വന്നിട്ട് എബ്രോഡ് പോകേണ്ട ഒരു ആവശ്യം വരുന്നുണ്ടാവുക. അങ്ങനെ പിറ്റേ ദിവസം നമ്മളെ പെണ്ണാണെങ്കിൽ ഇതൊന്നും അറിയാണ്ട് കമ്പനിയിലേക്ക് പോകുന്നതായിരിക്കും. നമ്മളെ ചെക്കനാണെങ്കിൽ എൻഗേജ്ഡ് ആകാൻ പോകുന്നതാണ്, അതും എബ്രോഡിൽ വെച്ചിട്ടെന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ടാവേ. നമ്മളെ മൂ ആണെങ്കിൽ അന്വേഷിച്ചിട്ട് കുഞ്ഞും എബ്രോഡാന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ടാവും. നമ്മളെ പെണ്ണിന്റെ വിചാരം എന്ന ഡയറക്ടർ, അതായത് കമ്പനിയിലത്തെ ഡയറക്ടർ ആയിട്ടുള്ള ജിയാങ് എന്നായിരിക്കും പറയുന്നത്. ഇനി ഒന്നും വേണ്ടല്ലോ, നമ്മളെ പെണ്ണാണെങ്കിൽ നല്ലോണം മൂഡ് ഓഫ് ആവുന്നുണ്ടാവും. അവളാണെങ്കിൽ ഇത് കേട്ടോണ്ട് അവളെ കയ്യൊക്കെ അറിയാണ്ട് പൊള്ളിക്കുന്നവരെ ഉണ്ടാവേ. ഇതേ ടൈമായിരിക്കും നൈനി ആണെങ്കിൽ വിളിച്ചിട്ട് ജിയാങ് ആണെങ്കിൽ ഇങ്ങനെ എബ്രോഡ് പോയിട്ടുള്ളത്, നമുക്ക് മൂന്നാക്കും കൂടിയിട്ട് ഒരു പാർട്ടി വെക്കാം. ഷെന്നിനാണെങ്കിൽ എന്തോ ഒരു അച്ചീവ്മെന്റ് കിട്ടിയിട്ടുണ്ടാവേ അവൻ്റെ വർക്കിൽ, അതിൻ്റെ ഒരു പാർട്ടിയാന്നൊക്കെ പറയുന്നുണ്ടാവുക. ഇതും കൂടി കേൾക്കുന്നവർ നമ്മൾ പെണ്ണ് കൺഫേം ആക്കുന്നുണ്ടാവേ. അങ്ങനെ നമ്മളെ പെണ്ണാണെങ്കിൽ ആ ഒരു പാർട്ടിക്ക് പോകുന്നുണ്ടാവും. ഷെന്നാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. പക്ഷേ നമ്മളെ പെണ്ണ് അങ്ങനെ ആയിരിക്കില്ല. മൂന്നാണെങ്കിൽ സങ്കടം വരുന്നുണ്ടാവും. നൈനൊക്കെ അത് മനസ്സിലായിട്ട് എന്നാ ഏതാന്നൊക്കെ ചോദിച്ചോണ്ട് നിൽക്കുന്നുണ്ടാവേ. അതേ ടൈമായിരിക്കും നമ്മൾ ഷെന്നാണെങ്കിൽ പറയുന്നുണ്ടാവുക, എനിക്ക് ഇങ്ങനത്തെ ഒരു അച്ചീവ്മെന്റ് കിട്ടിയിട്ട് ജിയാങ് ഇവിടെ ഇല്ലാത്തത് ഭയങ്കര സങ്കടമാണ്, ഞാൻ അവനെ വീഡിയോ കോൾ ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നതിന് നൈനയാണെങ്കിൽ പറയും, ഒറ്റയ്ക്ക് വേണമെങ്കിൽ പോയിട്ട് ചെയ്തോ, നമ്മുടെ മുന്നിൽ നിന്ന് ചെയ്യണ്ടെന്ന് പറയേ. നമ്മളെ ഷെന്നും സൈഡിൽ പോയിട്ടായിരിക്കും വീഡിയോ കോൾ ചെയ്യുന്നുണ്ടാവുക. ഇതേ ടൈം നമ്മളെ മൂ ആണെങ്കിൽ പറയും, എനിക്ക് തോന്നുന്നത് ജിയാങ് എബ്രോഡ് പോയത് അവന് എൻഗേജ്മെന്റ് കഴിയേണ്ടിയിട്ടാണ്. അവർ കുഞ്ഞും അവിടെ തന്നെയാണുള്ളത്. എൻ്റെ അമ്മയാണെങ്കിൽ എന്നോട് ഡേറ്റ് ചെയ്യുന്ന പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഞാൻ വേണ്ടെന്ന് വിചാരിച്ചതാണ്. ഇനി ഇങ്ങനത്തെ ഒരു ഡേറ്റ് ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്. ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നതെന്നൊക്കെ ഇവളിങ്ങനെ പറയുന്നുണ്ടാവേ. ഇതേ ടൈം ഷെന്നാണെങ്കിൽ നമ്മൾ ജിയാങ്ങിനെ വീഡിയോ കോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടില്ലേ, അവൻ വീഡിയോ കോൾ ചെയ്യുന്ന ടൈം നമ്മളെ മൂനെയും കാണുന്നുണ്ടാവേ. ഷെന്ന് പറയുന്നത് എന്തെങ്കിലും കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. അവൻ മൊത്തം നമ്മളെ മൂനെയായിരിക്കും നോക്കുന്നുണ്ടാവുക. പിറ്റേ ദിവസം അവളെ അമ്മ പറഞ്ഞതുപോലെ തന്നെ അവൾ ഡേറ്റിങ്ങിനാണെങ്കിൽ പോകുന്നുണ്ടാവേ. ഏതോ ഒരു വൈറ്റ് കോട്ടിട്ട് ചെക്കൻ അവിടെ ഉണ്ടാവും. അവനോട് പോയിട്ട് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മളെ പെണ്ണാണെങ്കിൽ അവിടെ പോയിട്ട് സംസാരിക്കാൻ നിൽക്കുന്ന ടൈമായിരിക്കും. അത് വേറെ ആരും ആയിരിക്കില്ല, നമ്മളെ ജിയാങ് ആയിരിക്കും. അവനും ഇതേ ഡേറ്റിങ്ങിനെ വന്നതായിരിക്കും. ഇനി ഇവൻ പ്ലാൻ ചെയ്തിട്ട് ആക്കിയതാണെന്ന് വരെ നമുക്ക് അറിയില്ല. അതേ ടൈമായിരിക്കും നമ്മളെ പെണ്ണാണെങ്കിൽ പറയുന്നുണ്ടാവുക, ഈ ഒരു ഡേറ്റിങ്ങിന് വന്നത് തമാശ കളിക്കേണ്ടിയിട്ടല്ല, എനിക്ക് കല്യാണം കഴിക്കേണ്ടിയിട്ടാണ്, എനിക്കൊരു ഭർത്താവിനെ വേണം, അല്ലാണ്ട് ഫേക്ക് ആയിട്ടുള്ള ഒരു കാര്യത്തിന് ഞാൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ അവിടുന്ന് പോകുന്നുണ്ടാവേ. അതേ ടൈം അവനാണെങ്കിൽ പറയും, എനിക്കും കല്യാണം കഴിക്കണം, അത് നിന്നെ തന്നെ കല്യാണം കഴിക്കണമെന്ന് പറയുമ്പോൾ നമ്മളെ പെണ്ണ് ഷോക്ക് ആകുന്നുണ്ടാവും. അങ്ങനെ പിറ്റേ ദിവസം രണ്ടാളെ കല്യാണത്തിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. വലിയ രീതിയിലൊന്നുമില്ല, നമ്മളിങ്ങനെ രജിസ്റ്റർ മാരേജ് ചെയ്യുമെന്നൊക്കെ പറയില്ലേ, അതുപോലെ അവരുടെ നാട്ടിലത്തെ ഒരു സംവിധാനമായിരിക്കും. അപ്പം രണ്ടാളും ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ടാവും. ഇതേ ടൈമായിരിക്കും നമ്മളെ നൈനി ആണെങ്കിൽ പെണ്ണിനെ വിളിച്ചിട്ട് പറയുന്നുണ്ടാവുക, എന്തായാലും കല്യാണമൊക്കെ ആയില്ലേ, എനിക്ക് രണ്ടാളും ഒപ്പരം കിടക്കേണ്ട വരുന്നെന്ന് പറയേ. അവളാണെങ്കിൽ പറയും, അങ്ങനെയൊന്നും വേണ്ട വരില്ല എന്നൊന്ന് പറയുന്ന ടൈമായിരിക്കും നമ്മളെ നൈന പറയുന്നുണ്ടാവുക, ഇതെന്തായാലും കോൺട്രാക്ട് മാരേജ് അല്ലല്ലോ, നിങ്ങൾ
രണ്ടാളും ഇപ്പോൾ ശരിക്കും മാരേജ് ചെയ്ത്. അപ്പോൾ അവൻ്റെ മൈൻഡിലും ഒരുപാട് ആഗ്രഹങ്ങളില്ലേ എന്ന് പറയും. നമ്മളെ പെണ്ണിത് കേട്ടിട്ട് ടെൻഷൻ ആവുന്നുണ്ടാവേ. ഇതേ ടൈം നമ്മുടെ ചെക്കനാണെങ്കിൽ അകത്തേക്ക് വരുമ്പോൾ പൂച്ചയാണെങ്കിൽ ആ ഒരു ബെഡ്ഷീറ്റിൽ മൂത്രം വെച്ചിട്ടുണ്ടാവും. അവനാണെങ്കിൽ അത് വൃത്തിയാക്കുന്നുണ്ടാവേ. ഇവള് വരുമ്പോൾ ഇതായിരിക്കും കാണുന്നുണ്ടാവുക. അവളെ വിചാരം നമ്മളെ നൈന പറഞ്ഞത് വെച്ചിട്ട് നോക്കുമ്പോൾ ഇത് വേറെ എന്തിനോ ഉള്ളൊരു പുറപ്പാടാണ് എന്നല്ലേ. അവക്കാണെങ്കിൽ ടെൻഷൻ ആകുന്നുണ്ടാവേ. നമ്മളെ ചെക്കനാണെങ്കിൽ എന്ത് ചെയ്യും, ആ ഒരു ബെഡ്ഷീറ്റൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് വരുമ്പോഴേക്കും ഇവളെ കാണുന്നുണ്ടാവുക. നമ്മളെ പെണ്ണാണെങ്കിൽ പറയും എനിക്കിതിനെ കൊണ്ട് ഒരു അറിവില്ല, അതുകൊണ്ട് അതെനിക്ക് കുറച്ച് പഠിക്കണമെന്ന് പറയേ. നമ്മളെ ചെക്കനാണെങ്കിൽ പറയും നിനക്ക് മാത്രമല്ല എനിക്കും വലിയ അറിവില്ല, നമുക്ക് നടക്കും ഒപ്പരം പഠിക്കാമെന്ന് പറയൂ. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ചെക്കനാണെങ്കിൽ പൂച്ച ഇപ്പം ബെഡിൽ യൂറിൻ പാസ് ചെയ്തല്ലോ. പക്ഷേ പൂച്ചക്ക് പൂച്ചേൻ്റെ ആയിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് യൂറിൻ പാസ് ചെയ്യണമല്ലോ, അവനത് പഠിപ്പിക്കണം എന്നായിരിക്കും ഇവൻ ഉദ്ദേശിക്കുന്നുണ്ടാവുക. നമ്മളെ പെണ്ണ് വേറെ ഏതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, വേറൊരു കാര്യമായിരിക്കും തിങ്ക് ആക്കുന്നുണ്ടാവുക. അവനാണെങ്കിൽ പറയും നമുക്ക് വീഡിയോ കണ്ടിട്ട് പഠിക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ടാളും ഇരിക്കുന്നുണ്ടാവേ. അവളാണെങ്കിൽ പറയും വേണ്ട 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 എനിക്കിങ്ങനത്തെ വീഡിയോ ഒന്നും കാണാൻ പറ്റൂല എന്ന് പറയുമ്പോൾ അവൻ പറയും നീ കണ്ടേ പറ്റുള്ളൂ, എന്നാലേ നീ പഠിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവളെ നിർബന്ധിക്കുന്നുണ്ടാവും. നിങ്ങൾ അവസ്ഥ എനിക്ക് ആലോചിച്ച് നോക്കിയാൽ അവനാണെങ്കിൽ ആ ഒരു വീഡിയോ തുറക്കുന്ന ടൈമായിരിക്കും ഇവക്കാണെങ്കിൽ അവനെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്ത് എന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അവൾ പക്ഷേ വേറെ ഒന്നും പറയുന്നുണ്ടാവില്ല. അങ്ങനെ രണ്ടും കൂടിയിട്ട് ഒപ്പനായിരിക്കെ ഓഫീസിലേക്ക് പോകുന്നുണ്ടാവുക. അങ്ങനെ അവിടെ എത്തുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ ചെക്കനോട് ടൈ ഐറ്റം ശരിയാക്കാൻ പറയുന്നുണ്ടാവേ. അവന് മനസ്സിലാകാത്തത് കൊണ്ട് അവളിതാ ഇതുപോലെ വന്നിട്ട് ഇതുപോലെ ശരിയാക്കി കൊടുക്കുന്നുണ്ടാവും. ഇതവളെ കൊളീഗ്സ് കണ്ടില്ലേ, അവരാണെങ്കിൽ എപ്പോൾ ഉള്ള പോലെ ഫോട്ടോ എടുത്ത് വെക്കുന്നുണ്ടാവേ. നമ്മളെ പെണ്ണാണെങ്കിൽ ഇതൊന്നും അറിയാണ്ട് അകത്തേക്ക് കീറി പോകുന്നുണ്ടാവും. പക്ഷേ ചെക്കനാണെങ്കിൽ ഇപ്പം ഇവള് ചെയ്തിട്ടില്ലേ അത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടാവേ. അവൻ്റെ മുഖത്ത് നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. അങ്ങനെ അവരാണെങ്കിൽ ഓഫീസിലെത്തുന്ന ടൈം നമ്മളെ ബോസ് ആണെങ്കിൽ എപ്പോൾ ഉള്ളതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മളെ പെണ്ണിനെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടാവേ. ഇറിറ്റേറ്റ് എന്നൊന്നും പറയുന്നുണ്ടാവില്ല, എന്താ പറയുക, നമ്മളൊക്കെ കളിയാക്കൂലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ നോക്കാൻ ചോദിച്ചിട്ട് അതുപോലെ കളിയാക്കുന്നുണ്ടാവും. ഇതേ ടൈം നമ്മളെ സോങ്ങിനെ നോക്കുന്നതാണെങ്കിൽ അവനാണെങ്കിൽ അവൻ്റെ പെയിൻറ്റിങ്സ് മൊത്തമായിട്ട് വിറ്റിട്ടുണ്ടാവേ. അത് അവൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല, പാവപ്പെട്ട ആൾക്കാരിലെ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഇത് വാങ്ങിയ ആളാ അല്ലെങ്കിൽ ഈ എക്സിബിഷൻ നടത്തുന്ന ആളാണെന്നറിയില്ല. ആരോ ഒരാളാണെങ്കിൽ ഇവനോടൊരു പേഴ്സണൽ ചോദ്യം ചോദിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് അയാളാണെങ്കിൽ ചോദിക്കും നിങ്ങൾ ഈ പൈസയൊക്കെ എന്തിനാ പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കുന്നതെന്ന് ചോദിക്കുന്നത്. നമ്മളെ സോങ് ആണെങ്കിൽ പറയും എൻ്റെ ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞതിന് നമുക്കൊരു കാര്യം ആവശ്യമില്ലെങ്കിൽ അത് നമ്മൾ റിട്ടേൺ ചെയ്തേക്കുക, വെറുതെ വെച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ, അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു പൈസ ആവശ്യമില്ല, എനിക്ക് പറ്റുന്ന ഒരാൾക്ക് സഹായം ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ടാവേ. അയാളും വേറൊന്നും പിന്നെ ചോദിക്കുന്നുണ്ടാവില്ല. നമ്മളെ ചെക്കനാണെങ്കിൽ അവിടുന്ന് പോകുന്ന ടൈം നമ്മളെ പെണ്ണ് കൊടുത്ത കൊട ചൂടിയിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. അവനിപ്പോൾ നമ്മളെ പെണ്ണിനെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അങ്ങനെ നമ്മളെ പെണ്ണാണെങ്കിൽ ഓഫീസിലിരിക്കുന്ന ടൈം നമ്മളെ സാങ് അവൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ടാവേ. അവനാണെങ്കിൽ ഏതോ ഒരു പ്ലേസ് കാണാൻ പോകുന്നത്, എനിക്ക് നിന്നെയും കൂട്ടിയിട്ട് പോകണം എന്നാണ് ആഗ്രഹം, പക്ഷേ നിനക്ക് വരാൻ താല്പര്യമില്ല എന്നുള്ള കാര്യം എനിക്ക് നല്ലോണം അറിയാം, അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ നിർബന്ധിക്കുന്നില്ല. പക്ഷേ നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലോ ഉറപ്പായിട്ട് എന്നെ വിളിക്കണം, ഒരു നല്ല ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ എപ്പോൾ നിന്റെ കൂടെ ഉണ്ടാവുമെന്ന് പറയേ. ഇത് കേൾക്കുമ്പോൾ നമ്മളെ പെണ്ണും ഓക്കെ പറയുന്നുണ്ടാവും. അതേ ടൈം ഫാൻ ആണെങ്കിൽ എന്തിനോ തുള്ളിച്ചാടി പുറത്തു പോകുന്നുണ്ടാവും. അതിൻ്റെ കഥ എന്താണെന്ന് എനിക്ക് ഇപ്പോൾ അറിയില്ല. ഒരുമാതിരി കുശുമ്പ പിടിച്ച ഒരു പെണ്ണ്. ഇതേ ടൈമായിരിക്കും നമ്മുടെ പെണ്ണ് വേറൊരു കൂടെ വരുന്നുണ്ടാവുക. സംഭവം എന്നായിരിക്കും നമ്മുടെ ജിയാങ് ആണെങ്കിൽ അടിച്ച് പാമ്പായിട്ടുണ്ടാവേ. അവനാണെങ്കിൽ അവൻ്റെ ഭാര്യനെ കാണുന്നെന്ന് പറഞ്ഞിട്ട് കരയുന്നുണ്ടാവുമായിരിക്കും. അതുകൊണ്ടായിരിക്കും അവൻ്റെ കൊളീഗാണെങ്കിൽ നമ്മളെ പെണ്ണിനെ വിളിച്ചിട്ടുണ്ടാവുക. പെണ്ണിത് കേട്ടപാട് അവനെ കൂട്ടണ്ടിട്ട് പോകുന്നുണ്ടാവേ. പക്ഷേ നമ്മളെ ജിയാങ്ങിൻ്റെ അവസ്ഥ ഭയങ്കര ദയനീയായിരിക്കും. അവനാണെങ്കിൽ അവളെ കണ്ടപാടുത ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. അതേ ടൈം അവളെ കൊളീഗ്സിനൊക്കെ ആണെങ്കിൽ നാണം വരുന്നുണ്ടാവേ. അവളാണെങ്കിൽ പറയും നിങ്ങൾ പോയിക്കോ, ഞാൻ ഇവനെ കൊണ്ടാക്കിക്കോളൂ, ഇവനെ ഞാൻ കൂട്ടിക്കൊള്ളുന്നു എന്ന് പറഞ്ഞിട്ട് അവരെ പറഞ്ഞു വിടുന്നുണ്ടാവും. അങ്ങനെ നമ്മളെ പെണ്ണാണെങ്കിൽ എങ്ങനെയല്ലോ കഷ്ടപ്പെട്ടിട്ട് അവനെ ആണെങ്കിൽ ബെഡിൽ കിടത്തുന്നുണ്ടാവേ. പക്ഷേ അവനാണെങ്കിൽ ഇവിടെ പോകാനേ വിടുന്നുണ്ടാവില്ലേ, എന്തല്ലോ പറയുന്നുണ്ടാവേ, ഒക്കെ ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ലേ. അങ്ങനെ അവനാണെങ്കിൽ സാവധാനം ഉറങ്ങിപ്പോകുന്ന ടൈം ഇവക്കാണെങ്കിൽ ഇവനിങ്ങനെ കിസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവുമായിരിക്കും. പക്ഷേ നാണം എന്താണെന്നറിയില്ല. അവളാണെങ്കിൽ അവിടത്തോളം പോയിട്ട് പിന്നെ എന്തെല്ലോ തിങ്കാക്കിയിട്ട് അവിടുന്ന് ഓടിപ്പോകുന്നുണ്ടാവും. അങ്ങനെ പിറ്റേ ദിവസം നമ്മളെ പെണ്ണാണെങ്കിൽ കമ്പനിയിൽ വരുമ്പോൾ കാണുന്നത് ആ ഒരു ഫാൻ ആണെങ്കിൽ അവളെ ID കാർഡൊക്കെ അയച്ചു വെച്ചിട്ട് ദേഷ്യം പിടിച്ചിട്ട് അവിടുന്ന് പോകുന്നതായിരിക്കും. സംഭവം എന്നായിരിക്കും നമ്മൾ മൂന്നറിയില്ല. അവളെ കൊളീഗിനോട് ചോദിക്കുമ്പോഴേക്കും അവൾക്ക് മനസ്സിലാവുന്നുണ്ടാവുക ഈ ഒരു ഫാങ് എന്തോ ഒരു കുരുട്ടത്തരം കാണിച്ച്. ആ ഒരു കുരുട്ടത്തരാണെങ്കിൽ ബോസ് അറിഞ്ഞു. ബോസ് ആണെങ്കിൽ ഇവളെ കൂടെ നിൽക്കാണ്ട് നമ്മളെ പിള്ളേരില്ലേ, അതായത് നമ്മളെ കൊളീഗ്സ് ഇല്ലേ, അവരെ
കൂടെ നിന്നിട്ടുണ്ടാവേ. അത് മാത്രമല്ല ഫാങ്ങിനോട് ഈ ഒരു കാര്യം എല്ലാവരും മുന്നിന്നുമായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ടായിരിക്കും ഈ ഒരു ഫാങ്ങിന് ഇപ്പം ദേഷ്യം പിടിച്ചിട്ടുണ്ടാവുക. ആ ദേഷ്യത്തിൻ്റെ പേരിൽ അവളെ ജോലി വരെ ഉപേക്ഷിച്ചിട്ടുണ്ടാവും. അത്രയ്ക്ക് ദേഷ്യക്കാരായിരുന്നു നമ്മളെ ഫാങ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മൂന്ന് എന്നാ പറയണ്ടെന്ന് അറിയില്ല. പക്ഷേങ്കിൽ ഫാങ് പോയാലും മൂവും പിള്ളേരും എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഇതേ ടൈമിൽ നമ്മളെ ഷെന്നിയും നൈനയും കൂടിയിട്ട് പുറത്തു പോകാൻ നിൽക്കുന്നതായിരിക്കെ അതേ ടൈമായിരിക്കും നമ്മളെ പെണ്ണിൻ്റെ അച്ഛനാണെങ്കിൽ അവളെ വിളിക്കുന്നുണ്ടാവുക. സംസാരത്തിൽ തന്നെ എന്തല്ലോ ഇവളോട് പറയണമെന്നുണ്ടാവേ. അവളാണെങ്കിൽ എന്നാ പറയാനില്ലെന്ന് വെച്ചാൽ പറഞ്ഞു ഞാൻ ഇങ്ങനെ സ്ട്രേഞ്ചർ ഒന്നും അല്ലല്ലോ എന്ന് ചോദിക്കുന്ന ടൈമായിരിക്കും അച്ഛൻ പറയുന്നുണ്ടാവുക. സംഭവം എന്നായിരിക്കും നമ്മളെ പെണ്ണിൻ്റെ അമ്മയാണെങ്കിൽ ഹോസ്പിറ്റലായിരിക്കെ ആ ഒരു കാര്യമായിരിക്കും അച്ഛൻ പറയുന്നുണ്ടാവുക. നമ്മളെ പെണ്ണിന് ടെൻഷനായില്ലേ, നമ്മളെ പെണ്ണ് ഒന്നും മിണ്ടാത്ത കാണുന്നേരം ഷെന്നിയാണെങ്കിൽ കോൾ എടുക്കുന്നുണ്ടാവേ. അതേ ടൈം അച്ഛൻ ആ ഒരു കാര്യം നമ്മൾ ഷെന്നിയോടും പറയും. പിന്നെ നമ്മൾ കാണുന്നത് അമ്മേനെ ശുശ്രൂഷിക്കേണ്ടിയിട്ട് രാവും പകലും ഇല്ലാണ്ട് പോകുന്ന നമ്മളെ നൈനേനായിരിക്കും. അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലത്തെ ഹെൽപ്പും ആണെങ്കിൽ നമ്മളെ ചെക്കനായിരിക്കും ചെയ്ത് കൊടുക്കുന്നുണ്ടാവുക. അങ്ങനെ അമ്മക്കാണെങ്കിൽ ഓക്കെ ആകുന്ന ടൈം അച്ഛനാണെങ്കിൽ പറയും നിനക്ക് വേണ്ടിയിട്ട് ഷെന്നിയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ അവനെ പോലത്തെ ഒരു ചെക്കനെ കിട്ടുകയെന്ന് വെച്ചാൽ തന്നെ ഭാഗ്യമാണ്. അതുകൊണ്ട് നമ്മളെ താങ്ക്സ് നീ അവനോട് പറയണമെന്ന് പറയുമ്പോൾ നമ്മളെ പെണ്ണും അതിന് ഓക്കെ പറയുന്നുണ്ടാവേ. അങ്ങനെ വീട്ടിൽ പോയി നോക്കുന്ന ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ ഉറങ്ങുന്നതായിരിക്കും. അതേ ടൈം അവൻ്റെ കയ്യിലൊരു ബുക്ക് ഉണ്ടാവേ. ആ ഒരു ബുക്കിലാണെങ്കിൽ എന്തെല്ലാന്നോ പിറ്റേ ദിവസത്തേക്ക്, അതായത് അടുത്ത ദിവസത്തേക്ക് എന്തെല്ലാന്നോ ഇവക്ക് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കേണ്ടതെന്നുള്ളൊരു ലിസ്റ്റ് തന്നെ അവൻ ഉണ്ടാക്കിയിട്ടുണ്ടാവേ. അത് വായിച്ച് തീരുന്നപ്പോൾ തന്നെ അവൻ എണീക്കുന്നുണ്ടാവും. അവൻ എണീച്ചപാട് അവളാണെങ്കിൽ ഇതുപോലെ അവനെ ഹഗ് ചെയ്തിട്ടാണെങ്കിൽ പറയും ഷെന്നി ഇനി നമുക്ക് ആർക്ക് വേണ്ടിയും വെയിറ്റ് ചെയ്യേണ്ട, നമുക്ക് കല്യാണം കഴിക്കാമെന്ന് പറയും. അത് കേൾക്കുമ്പോൾ അവനും ഒരുപാട് സന്തോഷമായിട്ട് അവനും അവളിതാ ഇതുപോലെ തിരിച്ച് ഹഗ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ നമ്മൾ കാണുന്നത് ഇവരെ നാലാളെയായിരിക്കെ നമ്മളെ പിള്ളേർ രണ്ടാളും കല്യാണം കഴിക്കാൻ പോകുന്ന കാര്യം മോനോട് പറയണ്ടേ. അതിന് വേണ്ടിയിട്ടുള്ളൊരു ടെൻഷനിലായിരിക്കും ഇവരുണ്ടാവുക. അങ്ങനെ പിള്ളേരാണെങ്കിൽ എന്തിനാ ഇപ്പം വിളിച്ച് വരുത്തിയത്, എന്തിനാ വെറുതെ പാർട്ടി തരുന്നതെന്ന് ചോദിക്കുന്ന ടൈമായിരിക്കും നമ്മളെ നൈനയും ചെക്കനും കൂടിയിട്ട് രണ്ടും കൽപ്പിച്ചിട്ട് പറയുന്നുണ്ടാവുക. ഇവർ കല്യാണം കഴിക്കാൻ പോകുന്ന കാര്യത്തിൽ നമ്മളെ പിള്ളേരെയും കാട്ടി ഹാപ്പി നമ്മളെ മൂവും ജിയാങ്ങും ആയിരിക്കും. അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇതുപോലെ ടൈം സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. അങ്ങനെ സന്തോഷത്തിൽ രണ്ടാൾക്കാർ നല്ലോണം കുടിച്ചിട്ടുണ്ടാവേ. വേറെ ആരുമല്ല നമ്മളെ നൈനയും ചെക്കനും ആയിരിക്കും. രണ്ടും കൂടി അടിച്ച് പാമ്പായിട്ട് ഇതുപോലെ ഇരിക്കുന്നുണ്ടാവും. ഇതേ ടൈം നമ്മളെ പെണ്ണിന് തണുത്തിട്ട് ചെക്കനായിരിക്കെ അവക്കാണെങ്കിൽ ഇതുപോലെ കോട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടാവുക. അവളുമായൊരു കാര്യത്തിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അങ്ങനെ പിള്ളേർ രണ്ടാളും എങ്ങനെയല്ലോ രണ്ടെണ്ണത്തിനെ പിടിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ടാവും. വീട്ടിലെത്തിയപാട് ഇവർക്ക് രണ്ടൊക്കെ സ്നേഹം കൂടിയില്ലേ. രണ്ടാളും ഹഗ്ഗൊക്കെ ചെയ്തിട്ട് ഒപ്പരായിരിക്കെ കിടക്കാൻ പോകുന്നുണ്ടാവുക. നമ്മളെ ജിയാങ്ങും പെണ്ണും അല്ലേ പെട്ടത്. കാരണം ഇവർക്ക് രണ്ടക്കും ഒപ്പരം കിടക്കണമല്ലോ, വേറെ റൂമും ഇല്ല. അങ്ങനെ അവസാനം നമ്മൾ കാണുന്നത് നമ്മളെ ജിയാങ്ങും മൂവും ഒരു റൂമിൽ കിടക്കുന്നതായിരിക്കും. നമ്മളെ മൂ ആണെങ്കിൽ പറയും ഞാൻ അങ്ങനെ ഡിസ്റ്റർബ് ഒന്നും ചെയ്യൂല, ഞാൻ വേഗം എണീച്ചിട്ട് പോയിക്കൊള്ളുന്നു പറയുന്നുണ്ടാവേ. അങ്ങനെ ഉറക്കത്തിൽ നമ്മളെ പെണ്ണാണെങ്കിൽ ചെക്കന് ഇതുപോലെ കെട്ടിയൊക്കെ പിടിച്ചിട്ടാണ് പറയുന്നത്. കെട്ടിപ്പിടിച്ചിട്ടൊക്കെ ആയിരിക്കും എണീക്കുന്നുണ്ടാവും. ആദ്യമൊക്കെ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടായിരിക്കും കെട്ടിപ്പിടിക്കുന്നുണ്ടാവുക. അവസാനം നമ്മളെ പെണ്ണും ചെക്കനും ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. അവള് കണ്ണു തുറക്കുന്ന ടൈം അവൻ ഇതുപോലെ നോക്കുന്നേരം അവൾക്ക് എന്തോ പോലെ ആക്കി. അതേ ടൈം അവൻ ഞെട്ടുന്ന പോലെ അവൾക്ക് തോന്നുന്നുണ്ടാവും. അപ്പോഴവിടെ അവൾ കണ്ണു കൂട്ടുന്നുണ്ടാവും. ഇവനാണെങ്കിൽ ഇതൊക്കെ മനസ്സിലായിട്ട് അവളെ കൈ ഇതുപോലെ എടുത്ത് വെച്ചിട്ട് അവൾക്ക് പുതപ്പിച്ച് കൊടുത്തിട്ടായിരിക്കും അവിടുന്ന് എണീക്കുന്നുണ്ടാവുക. നമ്മളെ പെണ്ണ് കുറച്ച് കഴിഞ്ഞിട്ട് എണീച്ചിട്ട് വരുന്നേരം ഇവനാണെങ്കിൽ ഫുഡൊക്കെ കുക്ക് ചെയ്തിട്ടുണ്ടാവേ. നമ്മളെ പെണ്ണാണെങ്കിൽ ഒരു ചമ്മലോട് കൂടിയിട്ട് നീ ഇന്നലെ നല്ലോണം ഉറങ്ങിയെന്നൊക്കെ ചോദിക്കും. എന്നിട്ട് നമ്മളെ ജിയാങ് ആണെങ്കിൽ ആക്കിയിട്ടായിരിക്കും ഇവളോട് സംസാരിക്കുന്നുണ്ടാവുക. ഇവക്കറിയില്ലല്ലോ അവൻ എല്ലാ കാര്യങ്ങളും മനസ്സിലായ കാര്യം. അങ്ങനെ അവർ രണ്ടാളും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ടൈം നമ്മളെ ചെക്കൻ്റെ ഫോണിലേക്ക് ഒരു കോള് വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. ആരാ എന്നാന്നൊന്നും അറിയില്ല. പക്ഷെ അവൻ ആ കോള് കട്ടാക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടാവും. നമ്മളെ പെണ്ണത് ശ്രദ്ധിക്കുന്നുണ്ടാവേ. പക്ഷെ അധികം ഒന്നും ചോദിക്കുന്നുണ്ടാവില്ല. അങ്ങനെ നമ്മൾ കാണുന്നത് മൂ ആണെങ്കിൽ ഓഫീസിലിരിക്കുന്നതായിരിക്കും. ഒരു പ്രപ്പോസലിന്റെ പേരിൽ അവളെ രണ്ട് കൊളീഗ്സും ആണെങ്കിൽ എന്തല്ലോ പറഞ്ഞിട്ട് തച്ച് മേടിക്കുന്നുണ്ടാവേ. അത് പരിഹരിക്കേണ്ടിയിട്ട് ആ ഡൗട്ട് ക്ലിയർ ആക്കാൻ മൂന്നിൻ്റെ അടുത്തായിരിക്കും വരുന്നുണ്ടാവുക. മൂ അത് വായിച്ച് തീർന്നിട്ട് എല്ലാ കാര്യങ്ങളും പറയാൻ കുറച്ച് സമയം കൂടി എടുക്കും. അതുകൊണ്ട് അവളാണെങ്കിൽ മെസ്സേജ് അയച്ചിട്ട് നമ്മളെ ചെക്കനോട് പറയും ഞാൻ ഇങ്ങനെ 20 മിനിറ്റ് ലേറ്റ് ആകും, അത് കഴിഞ്ഞിട്ട് ഞാൻ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്നുണ്ടാവേ. അങ്ങനെ നമ്മളെ പെണ്ണാണെങ്കിൽ ആ പ്രപ്പോസലത്തെ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ അവളെ കൊളീഗിന് പറഞ്ഞു കൊടുത്തിട്ട് ഫോൺ നോക്കുന്ന ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ ആ ഒരു മെസ്സേജിന് റിപ്ലൈ തന്നിട്ടുണ്ടാവില്ലേ. പേടിച്ചിട്ട് ഇവളാണെങ്കിൽ വിളിച്ചോട് നിൽക്കും. അവനാണെങ്കിൽ എടുക്കുന്നുണ്ടാവില്ല. അങ്ങനെ അവൾ രണ്ടും കഴിപ്പിച്ചിട്ട് വീട്ടിലേക്ക് പോകുന്നുണ്ടാവേ. വീട്ടിൽ
ഇന്നാണെങ്കിൽ അവൻ്റെ കോൾ അടിയുന്നുണ്ടാവും, അല്ല ഫോൺ അടിയുന്നുണ്ടാവും, പക്ഷെ അവന് എടുക്കുന്നുണ്ടാവില്ല. നോക്കുന്ന ടൈം എന്നായിരിക്കും നമ്മളെ ചെക്കനാണെങ്കിൽ പനിച്ച് വറച്ച് കിടക്കുന്നതായിരിക്കും, അവന് തീരെ കഴിയുന്നുണ്ടാവില്ല. നമ്മളെ പെണ്ണാണെങ്കിൽ അവനിതാ ഇതുപോലെ ഓരോ ശുശ്രൂഷകളും കൊടുക്കുന്നുണ്ടാവേ. നമ്മളെ ചെക്കനുമായ കാര്യത്തിൽ ഹാപ്പി ആണെന്നൊന്നും അറിയില്ല, കാരണം അവൻ പനിച്ച് വറച്ച് കിടക്കുന്നില്ല, അവനങ്ങനെ ഹാപ്പി ആക്കാൻ പറ്റൂലല്ലോ. പക്ഷേ അവനാണെങ്കിൽ ഓക്കെ ആയിരിക്കെ. അങ്ങനെ പിറ്റേ ദിവസം ആകുന്ന ടൈം അവൻ്റെ പനി കുറേ കുറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. ഇവളാണെങ്കിൽ അവന് വേണ്ടിയിട്ട് അവരുടെ നാട്ടിലത്തെ കഞ്ഞി അതൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ടാവേ. ഈ ഒരു കാര്യങ്ങളൊക്കെ ബാക്കിൽ നിന്നിട്ട് നമ്മളെ ചെക്കൻ ഇതുപോലെ ആസ്വദിക്കുന്നുണ്ടാവും. ഇതിൻ്റെ അർത്ഥം തന്നെ എന്നാ രണ്ടാക്കും ഇപ്പൊ പരസ്പരം ഒരു ഇഷ്ടമുണ്ട് എന്നാ. ഈ ടൈം അവൾ അവനെയും അവൻ അവളെയും നല്ലോണം കെയർ ചെയ്യുന്നുണ്ടാവും. പനിയെല്ലാം മാറുകയെ ഇതേ ടൈം ആയിരിക്കും നമ്മളെ ചെക്കൻ ഒരാളെ വിളിച്ചുകൊണ്ട് നിന്നെന്ന് പറഞ്ഞിട്ടില്ലേ, അയാളാണെങ്കിൽ ഇവനെ വിളിച്ചുകൊണ്ട് നിന്നിട്ട് കിട്ടാണ്ട് അവനെ കാണാൻ വരുന്നുണ്ടാവും. നമ്മളെ ചെക്കനാണെങ്കിൽ അവന്റെ കാറും എടുത്തിട്ട് അവന്റെ സ്ഥലത്തെത്തുന്നേരം ഇയാളാണെങ്കിൽ മോനേന്ന് വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ടാവേ. എന്നേരായിരിക്കും ഇയാൾ നമ്മളെ ചെക്കൻ്റെ അച്ഛനാന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ടാവുക. അത് നമ്മളെ ചെക്കനോടുള്ള സ്നേഹം കൊണ്ടായിരിക്കില്ല വന്നിട്ടുണ്ടാവുക, ഇയാൾക്ക് പൈസ വേണമായിരിക്കും, അതുകൊണ്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. നമ്മളെ ചെക്കനോട് പൈസ കൊടുക്കുമ്പോൾ അവൻ ചോദിക്കുമ്പോൾ അവൻ തരാൻ പറ്റൂല എന്ന് തന്നെ പറയുന്നുണ്ടാവേ. കാരണം ഇന്നലെ രാത്രി അടക്കം ഇവനാണെങ്കിൽ പൈസ കൊടുത്തിട്ടുണ്ടാവും. അതൊക്കെ നമ്മളിങ്ങനെ ഗാംബ്ലിംഗ് ഇല്ലേ, അതൊക്കെ കളിച്ചിട്ട് അയാൾ തീർത്തിട്ടുണ്ടാവേ. പിന്നെ ഇയാൾക്ക് പൈസ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അതേ ടൈം അയാളാണെങ്കിൽ പറയും, ഓ നീ എനിക്ക് പൈസ തരാൻ തയ്യാറായല്ലേ, ഞാൻ നിന്നെ വളർത്തിയിട്ടില്ല എന്നുള്ള കാര്യം സത്യം തന്നെയാണ്, പക്ഷേങ്കിൽ നിന്റെ അമ്മേൻ്റെയാ, നിനക്കിത് പൊട്ടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ്റെ അമ്മേൻ്റെ കാര്യത്തിൽ ഭയങ്കര ഇമോഷണൽ ആയിരിക്കും. അതുകൊണ്ട് ഇവനാണെങ്കിൽ പറയും, ഇത് അവസാന ടൈമാണ്, ഇനി നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങൂല എന്ന് പറഞ്ഞിട്ടായിരിക്കും അവൻ പൈസ കൊടുക്കുന്നുണ്ടാവുക. അത് മാത്രമല്ല ആ ഒരു അമ്മേൻ്റെ സംഭവമില്ലേ, അതും അവൻ എടുത്തു വെക്കുന്നുണ്ടാവേ. ഈ ഒരു കാര്യങ്ങളൊക്കെ അതിലോട്ട് അപ്രതീക്ഷിതമായിട്ട് വന്ന് നമ്മളെ പെണ്ണ് കാണുന്നുണ്ടാവും. അവക്ക് ഇവിടെ ഒന്നും നടക്കുന്നെന്ന് വരെ മനസ്സിലാവുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇവളാണെങ്കിൽ ഇവന്റെ ഏന്റിയിലെ ഇവർക്ക് നല്ലോണം അറിയാലോ, ഇവളാണെങ്കിൽ അവരെ വിളിക്കുന്നുണ്ടാവേ. എന്നിട്ട് ആന്റിനോട് ഇപ്പം നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നതായിരിക്കും. ആന്റി ആണെങ്കിൽ ഇവന്റെ ചൈൽഡ്ഹുഡ് എത്ര വേസ്റ്റ് ആയിരുന്നു എന്നുള്ള കാര്യം നമ്മളെ പെണ്ണിനോട് പറയുന്നുണ്ടാവുക. ഇവന്റെ അച്ഛൻ എന്ന് വെച്ചാൽ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആണ്. അതുകൊണ്ട് തന്നെ അച്ഛനാണെങ്കിൽ എപ്പം അമ്മേനെ ഉപദ്രവിച്ചുകൊണ്ട് നിൽക്കും. കുട്ടിക്കാലത്ത് ഇവനൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, പക്ഷേ ഇവനാണെങ്കിൽ കുറച്ച് വളർന്ന ടൈം അച്ഛനാണെങ്കിൽ എതിർക്കുന്നുണ്ടാവേ. പക്ഷേ അതിന് പകരമായിട്ട് അമ്മക്ക് കിട്ടേണ്ട അടി മൊത്തം ഇവന് കിട്ടുക എന്നല്ലാണ്ട് വേറെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടാവില്ല. അയാളാണെങ്കിൽ കിട്ടുന്ന പൈസക്ക് മൊത്തം ഗാംബ്ലിങ് ചെയ്ത് നശിച്ചുകൊണ്ട് നിൽക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെയായിരിക്കും, അതായത് ഇവന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് ഇവൻ അടി കിട്ടിയത് കൊണ്ട് തന്നെയായിരിക്കും ഇവൻ ഇപ്പൊ ഈ ഒരു നിലയിലെത്തിയിട്ടുണ്ടാവുക. ഇവന്റെ അമ്മ മരിച്ചു പോയതിനു ശേഷം ഇവൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവേ. അച്ഛന്റെ കയ്യിൽ നിന്ന് അടി കിട്ടിയത് നല്ല കാര്യത്തിലല്ല, എന്താ പറയുക, നമ്മള് ചില സമയം നമ്മൾ വേഴ്സ്റ്റ് സിറ്റുവേഷനിലുള്ളവർ ചില സമയം നല്ല രീതിയിലേക്ക് പോകുമെന്ന് പറയുന്നില്ലേ ചില ആൾക്കാർ, അതുപോലെ ആയിരിക്കും നമ്മളെ ചെക്കൻ ഏൻ്റെ അങ്ങനെയായിരിക്കും പറയുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മളെ ചെക്കൻ ഇപ്പൊ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയുന്നുണ്ടാവും. അതായത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, എന്തെല്ലോ മണ്ടത്തര പറയുന്നത് എനിക്ക് മനസ്സിലായി. അതായത് ചെറുപ്പകാലത്ത് നമുക്കുണ്ടാകുന്ന ദുരനുഭവങ്ങൾ ഉണ്ടാവില്ലേ, അത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും നന്നാവണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സംഭവമില്ലേ, അതിലൂടെ നമ്മളെ ചെക്കൻ നന്നായെന്നായിരിക്കും ഏൻ്റെ വിചാരിക്കുന്നുണ്ടാവുക. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായില്ലേ? ഇത്രയും കാര്യങ്ങൾ അനുഭവിച്ചിട്ട് നമ്മളെ ചെക്കൻ നിൽക്കുന്നുള്ള കാര്യമൊന്നും പെണ്ണിന് അറിയില്ലല്ലോ. ഈ ഒരു കാര്യം നമ്മളെ പെണ്ണിന് അറിയുമ്പോൾ അവൾക്ക് ഭയങ്കര വിഷമാകുന്നുണ്ടാവേ. അവളെ വീട്ടിലെത്തുന്ന ടൈം നമ്മളെ ജിയാങ് അവിടെ ഉണ്ടാവുമായിരിക്കും. ജിയാങ് ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇവളുടെ അടുത്തുനിന്ന് മറച്ചു വെച്ചതാണല്ലോ. ഇവളാണെങ്കിൽ ജിയാങ്ങിനെ കണ്ടപടി ഇതുപോലെ ഹഗ് ചെയ്തിട്ട് പറയൂ, നിന്റെ ഫാമിലിത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് നല്ലോണം അറിയാം, പക്ഷേ ഒരിക്കലും ഞാൻ അങ്ങനെ ആവൂല എന്ന് പറഞ്ഞിട്ടായിരിക്കും അവളാണെങ്കിൽ അവനെ ഹഗ് ചെയ്യുന്നുണ്ടാവും. അവനും തിരിച്ച് ഹഗ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇവരെ പ്രണയം പൂവണിഞ്ഞു പോയി. അങ്ങനെ നമ്മൾ കാണുന്നത് പെണ്ണാണെങ്കിൽ എന്തോ ഒച്ചപ്പാട് കേട്ടിട്ട് പുറത്തേക്ക് വരുന്നതായിരിക്കും. നോക്കുന്ന സമയത്ത് എന്നായിരിക്കും നമ്മളെ പൂച്ചക്കുട്ടനില്ലേ, അവനാണെങ്കിൽ എല്ലാ പുസ്തകവും ഇതുപോലെ തറയിലിട്ടിട്ടുണ്ടാവും. അതേ ടൈം ആയിരിക്കും അവളാണെങ്കിൽ ഇവരെ സ്കൂൾ മാഗസിന് ശ്രദ്ധിക്കുന്നുണ്ടാവും. അതിലാണെങ്കിൽ ഇവൾ എഴുതിയ ഒരു നോവലല്ല ഒരു എസ്സേയും കൂടി ഉണ്ടാവേ. അതൊക്കെ അവൾ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ടൈം ആയിരിക്കും നമ്മളെ ചെക്കൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. നമ്മളെ ആണെങ്കിൽ ഇതെന്തിനാ നീ ഇപ്പോൾ സൂക്ഷിച്ചിട്ട് വെക്കുന്നത്, അത് മാത്രമല്ല ഈ ഒരു ഒറിജിൻ എന്നൊക്കെ പറഞ്ഞാൽ എന്നാണെന്ന് ചോദിക്കുക, എന്നാണെന്നല്ല എന്തിനാ നീ അത് ഫോക്കസ് ചെയ്തേന്ന് ചോദിക്കും. അതേ ടൈം അവനാണെങ്കിൽ പറയും, എപ്പോൾ ഉള്ളതുപോലെ തന്നെ നീ ഈ ഒരു കാര്യം മറന്നു പോയല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കേ.
സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ചെക്കനാണെങ്കിൽ ഈ ഒരു നാട്ടിലേക്ക്, അതായത് നമ്മളെ പെണ്ണൊക്കെ ഉള്ള നാടില്ലേ അങ്ങോട്ടേക്ക് വന്നത് അവൻ്റെ ഏൻറ്റീൻ്റെ കൂടെ ആയിരിക്കും. ഷെന്നിയും നമ്മളെ ജിയാങ് കൂടിയിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിച്ചിട്ട് വരുന്നതായിരിക്കും. ഇനി മുതൽ അവൻ ഈ ഒരു നാട്ടിലാണല്ലോ, അൺപാക്കിംഗ് ഒക്കെ കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ജിയാങ് ഇല്ല എന്നായിരിക്കും പറയുന്നുണ്ടാവുക. ഇതേ ടൈം നമ്മളെ ഷെന്നി ആണെങ്കിൽ ജിയാങ്ങിന് ഇതുപോലെ പിടിക്കുന്നേരം നമ്മളെ ജിയാങ് ആണെങ്കിൽ കൈ തട്ടി മാറ്റുന്നുണ്ടാവുക. വേറൊന്നും കൊണ്ടായിരിക്കില്ല, അവൻ്റെ അച്ഛനാണെങ്കിൽ ഉപദ്രവിച്ച പാട് അവിടെ ഉണ്ടാവും. അവരാണെങ്കിൽ ആ ഒരു മുറിവിനെ കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതായിരിക്കും. അതിലൂടെ പോയ ഒരു പെൺകുട്ടിയാണെങ്കിൽ നമ്മളെ ചെക്കനെ തട്ടുന്നുണ്ടാവും. വേറെ ഏടിയായിരിക്കില്ല, അവൻ്റെ മുറിവിന് തന്നെയായിരിക്കും. നോക്കുമ്പോൾ ആരായിരിക്കും, വേറെ ആരും ആയിരിക്കില്ല, നമ്മളെ പെണ്ണായിട്ടുള്ള മൂ തന്നെയായിരിക്കും. മൂ ആ ടൈം സോറി എന്നൊക്കെ കാണിച്ചിട്ട് ചിരിച്ച് കാണിക്കുന്നുണ്ടാവും. അത് മാത്രമല്ല അവളാണെങ്കിൽ പൂച്ചേനെയൊക്കെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നതും അതൊക്കെ ഇവൻ ആസ്വദിച്ചിട്ട് കാണുന്നുണ്ടാവേ. ആ ടൈം തൊട്ടിട്ട് ഇവനാണെങ്കിൽ ഒരു ക്രഷ് ഇവളോട് തോന്നിയിട്ടുണ്ടാവും. പിന്നെ അതിനുശേഷം ഇടക്കിടക്ക് നമ്മളെ മൂനെ കണ്ടോട് നിന്നിട്ടുണ്ടാവും. അവളെ കാണുന്ന ടൈമൊക്കെ അവൾക്ക് എന്തെല്ലാം ഇഷ്ടം, അവൾക്ക് എന്തെല്ലാം ചെയ്യാൻ താല്പര്യം, ആ കാര്യങ്ങളൊക്കെ ഇവ മനസ്സിലാക്കി എടുത്തിട്ടുണ്ടാവേ. അത്രക്കൊരു ക്രഷ് ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു ക്രഷ് ഉണ്ടായിട്ടുണ്ടാവുമായിരിക്കും. അങ്ങനെയായിരിക്കും അവളാണെങ്കിൽ ഇവന്റെ കൂടെ സ്കൂളിലേക്ക് വന്നിട്ടുണ്ടാവുക. ഇവളെ കൂടെ എന്നല്ല, ഈ സ്കൂളിലേക്ക് വരുന്നേരം ഇവളിവിടെ കണ്ടിട്ടുണ്ടാവുക. അത് മാത്രമല്ല ഇവള് ഡെസ്ക് മേറ്റും കൂടിയായിരിക്കും. പിന്നെ ഞാൻ ഒന്നും പറയണ്ടല്ലോ, അവർ ഒരുപാട് സന്തോഷമാവുന്നുണ്ടാവേ. ഇവനാണെങ്കിൽ ഇവളെ രക്ഷിക്കേണ്ടിയിട്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. അതൊന്നും ഇവക്ക് അറിയില്ല. അത് മാത്രമല്ല ഇവൻ എന്തെങ്കിലും ചെയ്യുന്ന ടൈം അവളത് നെഗറ്റീവായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ കൂടി അതൊക്കെ ഇവളെ നന്മക്ക് വേണ്ടിയിട്ടായിരിക്കും ഇവൻ ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഇവർ രണ്ടാളും ഒരേ ഡെസ്ക് മേറ്റ് ആണല്ലോ, ഇവരെ വേറൊരു ക്ലാസ്മേറ്റ് ആണെങ്കിൽ പറയുന്നുണ്ടാവുക നീ ഇങ്ങനെ ബെഞ്ച് മാറണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ ജിയാങ്ങിനെ മുന്നിൽ പിടിച്ചിട്ട് ഇടുന്നുണ്ടാവേ. നമ്മളെ പെണ്ണിന് പുതിയ വരുന്ന ബെഞ്ച് മേറ്റിന് അവൾക്ക് അത്രയൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അത് അവൾക്ക് അത് അവന് മനസ്സിലാവുന്നുണ്ടാവേ. അതുകൊണ്ട് അവനാണെങ്കിൽ സാറിനോട് പറയും, സാർ എനിക്ക് മൂന്നിന്റെ കൂടെ തന്നെ ഇരിക്കണമെന്ന് പറയോ. ക്ലാസ്സിലത്തെ എല്ലാവരുടെ മുന്നിൽ പറയുന്നത് കൊണ്ട് നമ്മളെ പെണ്ണിന് ഒരു ചമ്മൽ ഉണ്ടെങ്കിലും അവൾക്ക് അതേനു ഇഷ്ടം, മുന്നിലിരിക്കുന്നതല്ല ഇഷ്ടം, നമ്മുടെ ജിയാങ്ങിന്റെ കൂടെ തന്നെ ഇരിക്കുന്നതായിരുന്നു ഇഷ്ടം. അവനാണെങ്കിലും അവൾ ഓരോ വളർച്ചയിലും ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ടാവേ. പക്ഷേ ഇവൻ ഇങ്ങനെ സന്തോഷിക്കുന്നതോ ഇവൻ ഇങ്ങനെ ഇവളോട് ക്രഷുള്ള കാര്യമൊന്നും ഇവക്ക് മനസ്സിലായിട്ടേ ഉണ്ടാവില്ല. കാരണം ഇവൻ എപ്പം കുറച്ച് റൂഡായിട്ട് ഇവരോട് ബിഹേവ് ചെയ്യല്. അതുകൊണ്ട് തന്നെ അങ്ങനെ അവനാണെങ്കിൽ ഒരു ദിവസം ഇവള് പുറത്ത് പോയ ടൈം ഇവളെ ബുക്കിലാണെങ്കിൽ എന്തോ ഒരു പേപ്പർ എഴുതിയിട്ട് വെക്കുന്നുണ്ടാവേ. എന്നിട്ട് അവൻ അവിടുന്ന് എണീച്ചിട്ട് പോകും. ഇവളാണെങ്കിൽ വന്നവൾ ആ ബുക്ക് എടുത്തിട്ട് എന്തല്ലോ കുത്തി കുറിക്കുന്നുണ്ടാവും. ഇവനാണെങ്കിൽ വന്നിട്ട് അതിലത്തെ മൊത്തം കാര്യങ്ങൾ നീ വായിച്ചെന്ന് ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ കൂളായിട്ട് വായിച്ചെന്ന് പറയുന്നുണ്ടാവും. പക്ഷേ ഇവൻ വിചാരിച്ച കാര്യങ്ങളൊന്നും അവൾ വായിച്ചിട്ടുണ്ടാവില്ല. ആ ഒരു കാര്യം ഇവനും മനസ്സിലായിട്ടുണ്ടാവില്ലേ. അങ്ങനെ ആ ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസം ഏൻറ്റി ആണെങ്കിൽ പറയും, നാളത്തേക്ക് നീ നിന്റെ കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചോ, നമ്മൾ ഈ ഒരു സ്ഥലം വിട്ടിട്ട് പോകുന്നെന്ന് പറയേ. എല്ലാ ചേഞ്ചസും നമ്മളെ ചെക്കനാണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുന്നില്ലേ, ഈ ഒരു ചേഞ്ചും അവനാണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഇതേ ടൈമായിരിക്കും നമ്മളെ ചെക്കൻ എഴുതി വെച്ച ആ ഒരു ബുക്കിലത്തെ പേപ്പർ നമ്മൾ കാണുന്നുണ്ടാവുക. ഇവളെ കൈമുന്ന ആ ഒരു ബുക്ക് താഴെ വീഴുന്നേരം ആ ഒരു പേപ്പറും താഴെ വീഴുന്നുണ്ടാവേ. പക്ഷെ ആ ഒരു പേപ്പർ അവൾ ശ്രദ്ധിച്ചിട്ടേ ഉണ്ടാവില്ല. അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എന്നാ പറഞ്ഞിടുക, ഇപ്പം നമുക്കൊരു സിറ്റുവേഷൻ, ആ ഒരു സിറ്റുവേഷന് ശേഷം നമ്മളിങ്ങനെ മാറിപ്പോയി എന്ന് നമുക്ക് തന്നെ തോന്നൂലേ. അങ്ങനത്തെ ഒരു മീന് വരുന്ന കാര്യമായിരിക്കും അവൻ എഴുതിയിട്ടുണ്ടാവുക. അതായത് നമ്മളെ പെണ്ണിനെ കണ്ടതിന് ശേഷം അവൻ്റെ ലൈഫ് തന്നെ ചേഞ്ച് ആയെന്നായിരിക്കും അതിൽ മീൻ ചെയ്യുന്നുണ്ടാവുക. ഒരു പേപ്പർ ഇതുപോലെ താഴെ വീഴുന്ന കാണിച്ചിട്ടായിരിക്കും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ടാവുക. ഞാൻ പറഞ്ഞതുപോലെ തന്നെ മാക്സിമം നാളെ തന്നെ ഇടാൻ നോക്കുക. വേറെ എനിക്കൊരു വഴിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായി പോയിട്ടത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. പിന്നെ എൻ്റെ എൻഗേജ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും അനുഗ്രഹവും സ്നേഹവും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അധികം ഒന്നും പറയണേ. ബൈ 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 ബൈ.